നമസ്കാരം. ഇന്ന് എല്ലാ ഇന്ത്യക്കാരും അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തമാണ് ഇന്ന് രാവിലെ കഴിഞ്ഞത്. നമ്മുടെ പൽഗാം അറ്റാക്കിന് പ്രതികാരം തീർത്തിട്ടുണ്ട് ഇന്ത്യ. ഇന്ന് കേറി അടിച്ചു. നമ്മുടെ റഫേൽ വിമാനങ്ങളും MiG-29 കേറി അടിച്ചു തീർത്തിട്ടുണ്ട് 9 സ്ഥലങ്ങളിൽ. ഈ ഭീകരവാദികളെ അവിടെ എന്ത് ചെയ്തു? തീറ്റ കൊടുത്ത് കൊഴുപ്പിച്ച് വളർത്തി അവർക്ക് പരിശീലനം കൊടുത്ത് ഇന്ത്യയിൽ വന്ന് പൽഗാമിലെ 26 പേരെയാണ് അവർ കൊന്നൊടുക്കിയത്. അതിന്റെ പ്രതികാരം ഇന്ന് തീർത്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായി. അത് കണ്ട് പേടിച്ചു തൂറിയിരിക്കുകയാണ് പാകിസ്ഥാൻകാരന്മാര്. ഇപ്പോ ഫേക്ക് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ അടിച്ചിറക്കുന്നുണ്ട്. ഇന്ത്യയുടെ 5 എണ്ണം ഈ പറഞ്ഞ വിമാനങ്ങൾ തട്ടിയിട്ടും മറ്റത്, അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ പിന്നെ വേറെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, ശരി, നമ്മുടെ ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ജീവിക്കുന്നവര്, അത് ഏത് ജാതിക്കാരോ ഏത് മതക്കാരോ ആയിക്കോട്ടെ, അവരെല്ലാം അഭിമാനത്തിന്റെ അഭിമാനിക്കാനുള്ള മുഹൂർത്തത്തിൽ ഇവിടെ കുറെ തെണ്ടികൾ, നാറികൾ, പരനാറികൾ കുറെ എണ്ണം ഉണ്ട്. കുറെ എണ്ണം ഇന്ത്യക്കകത്ത് ഇരുന്ന് തിന്നു കൊഴുത്ത് ഇന്ത്യയുടെ സുഖ സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറികൾ ഇവിടെ ഇരിക്കുന്ന രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന കുറെ എണ്ണത്തിനെ ഇവിടെ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട്. യുവമാരെ എല്ലാം ചവിട്ടി പുറത്താക്കണം, മനസ്സിലായി? ഇവനെയൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കണം, തൂക്കിക്കൊല്ലണം. അങ്ങനെ കുറെ 1-2 പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഞാനൊരു ക്രിക്കറ്റ് ചാനൽ തുടങ്ങുന്നുണ്ട്. എനിക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള എന്തെങ്കിലും കളികളിൽ ഈ പാകിസ്ഥാനെ ജയിൽ വിളിച്ചുകൊണ്ട് കുറെ നാറികൾ, കുറെ രാജ്യദ്രോഹികൾ വരും. അതുപോലെ ഇവിടെ ഇപ്പോ വന്നിരിക്കുന്നു മറ്റാരുമല്ല, റിയാസ് സലീം. ഈ നാറി പറയാൻ ഇനി അവനൊരു എന്തോ ആണ്, ഇവന് ചെറിയ മെന്റലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ആണ്, ഞാൻ മറ്റവനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് കുറെ കൊടുത്തതാണ് മുമ്പ്. അതൊക്കെ നമുക്ക് വിടാം. പക്ഷെ ഇപ്പോ നമ്മുടെ സ്വന്തം നാടിനെ തന്നെ, ഇന്ത്യയെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഈ അലവലാതി. എനിക്ക് അങ്ങനെ പറയുള്ളൂ. യവനെ എന്ന് പറഞ്ഞ് വെച്ച് പൊറപ്പിക്കരുത്. യവനെ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു നാറുകളെയും ഇന്ത്യക്കകത്ത് വെച്ച് പൊറപ്പിക്കില്ല. പൊക്കോ, പാകിസ്ഥാനിലോട്ട് പൊക്കോ, അവിടെ തുറന്നു കിടക്കുകയാണ്. നേരെ പാകിസ്ഥാനിലേക്ക് കയറി പൊക്കോ. ഗേറ്റ് തുറന്നു കിടക്കണം. അവിടെ ആകുമ്പോൾ ചെന്നിരുന്ന് ക്യൂ നിൽക്കുക ആട്ട വാങ്ങാൻ വേണ്ടിയിട്ട്. മണിക്കൂർ കണക്ക് ക്യൂ എന്നാലും അവിടെ ആട്ട കിട്ടത്തുള്ളൂ. അങ്ങനെ പോ. അപ്പോ ഈ നാറി, ഈ പറയുന്ന ഈ റിയാസ് സലീം ഇന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അവൻ കുറെ ഈ പറയുന്ന രാവിലെ അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? ഈ നാറി മാത്രമല്ല, മറ്റൊരുത്തിയും കൂടി ഉണ്ട്. ഒരുത്തിയുടെ പോസ്റ്റും കൂടി കണ്ട് അവള് സിനിമാ നടി എന്നൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, അവളെ പോസ്റ്റ് ഞാൻ ഇട്ടേക്കാം, മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള കുറെ കുഴുത്തുരുമ്പ് നാറി ഈ പറയുന്ന എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഞാൻ ഈ കടന്നു വിളിക്കും. എനിക്ക് അത്രയ്ക്ക് ഈ രാജ്യത്തിന്, നമ്മുടെ നാട്ടിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ കിടന്നുകൊണ്ട് ഈ അലക്കണവന്മാരെ ഒന്നും ഇവിടെ നിർത്താൻ പാടില്ല. ഇനി ഇവൻ ഷെയർ ചെയ്ത സാധനം ഞാൻ ഇവിടെ വെക്കാം. ഷെയർ ചെയ്ത സാധനം ഏതാ ഒരു തടിച്ചി എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞില്ല. വാട്ട് ഐ ആൾവേസ് സേ, ഞാൻ എപ്പോഴും പറയുന്ന സംഭവം ഇത്. What I always say is that it's during times like this where you will find those 30-year-old men जो अभी भी अपने माँ के घर में रहते हैं और उनकी माँ उनकी कच्छेद होती है. Those men very strongly, vying for war, so passionate about war. Sir, आपकी जंग तो वॉशिंग मशीन से है. आप पाकिस्तान को छोड़ दीजिए. ഈ നാറി, അതായത് ഇവള് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ യുദ്ധം വാഷിംഗ് മെഷീനിലൂടെയാണ്. പാകിസ്ഥാനെ വെറുതെ വിട്, പാകിസ്ഥാനെ കയറി അടിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പരനാറി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവനെതിരെ കേസ് എടുക്കാത്തതെന്നാണ് എന്റെ ചോദ്യം. ഈ നാറി ഷെയർ ചെയ്ത, നീ പോടാ പാകിസ്ഥാനില്, നീ പോയി അവന്റെ മൂലം നക്ക് പോ. മാറി ഇവിടെ എന്തിനാ നീ കിടക്കുന്നത്? ഇന്ത്യയിൽ കിടന്നുകൊണ്ട് എന്തിനാണ് നീ പറഞ്ഞത്? ഇവിടെ പറയുന്നത് 30 വയസ്സുള്ള ഒരുത്തൻ അമ്മയുടെ പാല് കുടിച്ചോണ്ടിരിക്കണ അവന് വാറിന് വേണ്ടിയിട്ട് സോ ഫാസിനേറ്റഡ് ആണ്. അതോ നിങ്ങൾക്ക് അവിടെ പോയി പാകിസ്ഥാനത്തായിട്ട് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പൊന്നുമില്ല, നിങ്ങൾ ഈ വാഷിംഗ് മെഷീനിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. റിയാസ് സലീമെ, നിന്റെ കുറെ വൃത്തികേടുകൾ, നിന്റെ കുറെ കോപ്രായങ്ങൾ, ഇവിടെ ആൾക്കാർ കണ്ടിച്ചിരിക്കുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ട്, പക്ഷേ രാജ്യത്തിനെതിരായിട്ടാണ് നീ കിടന്ന് അലക്കുന്ന, നീ കിടന്ന് ചാടുന്നതെന്ന് മനസ്സിലാവുക. നീ പണ്ട് കളിച്ച പോലത്തെ കളിയല്ല ഈ കളിക്കുന്നത്, മനസ്സിലായോ? നീ പണ്ട് കളിച്ച പോലത്തെ കളിയല്ല ഇത് രാജ്യത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. രാജ്യത്തിന് തിന്ന് ഇവിടെ കടന്ന് ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, എല്ലാ സുഖ സൗകര്യങ്ങളും പറ്റി തിന്ന് കയറിയപ്പോ നിന്റെ എല്ലിന്റെ ഇടയിൽ കയറിയപ്പോഴാണ് നീ ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. ഇവനെ പോലുള്ളവരെ ആരും അടുപ്പിക്കുകയും ചെയ്യരുത്, വെച്ച് പൊറപ്പിക്കുകയും ചെയ്യരുത്. ഇതൊന്ന്. രണ്ടാമത്, മറ്റൊരു നടി, എനിക്ക് അറിഞ്ഞുകൂടാ ആ നടി, അവരുടെ പേര് വന്നിട്ട് എന്താണ്, ആമിന നിജാം, ഒരു നടി എന്നാ പറയാം. ഞാൻ ഇവിടെ കൊടുക്കാം. ആമിന
നിജാം. അവൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. അവൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം. യെസ്, ഐ ആം അഷേംഡ് അവർ കൺട്രി സോർട്ട് ഔട്ട് കില്ലിംഗ് ആസ് ദ സൊല്യൂഷൻ. എനിക്ക് യെസ്, ഐ ആം അഷേം അവർ കൺട്രി. എനിക്ക് ഭയങ്കര നാണക്കേട്. നീ ഈ കൺട്രിയിലുള്ളതാണ് നമുക്ക് നാണക്കേട്. നിന്നെപ്പോലുള്ള ചീങ്ങിയ അഴുകിയ നാറികൾ ഈ പറയുന്ന രാജ്യത്തുള്ളതാണ് സത്യമായ നമുക്ക് നാണക്കേട്. When so many questions are still unanswered and the economic situation of the country is at the worst. നമ്മുടെ എക്കണോമിക് സിസ്റ്റം വേസ്റ്റ് ആണ്. നീയാണല്ലോ ഇവിടുത്തെ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ എക്കണോമിക് സിസ്റ്റം വേസ്റ്റേ അല്ല. പാകിസ്ഥാൻ ടോപ്പിലാണ് ഇരിക്കുന്നത്. അടുത്ത, റിമെമ്പർ, വാർ ഡസന്റ് ബ്രിങ് പീസ്, nor does killing. I don't support it. People who think they have sought revenge of Palham attack have been manipulated. അതായത് പൽഹാം അറ്റാക്കിന് റിവഞ്ച് എടുത്തു എന്ന് ചിന്തിക്കുന്നവർ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വാർ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ആൻഡ് ദ ലോസ് ഈസ് ഓൺലി ഫോർ ദ സിവിലിയൻസ്. സിവിലിയൻസിന് മാത്രം. അതായത് പാകിസ്ഥാനിലെ കുറച്ച് സിവിലിയൻ പിന്നെ ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാനിലെ കുറെ സിവിലിയൻസ് മരിച്ചില്ല, ഇതൊരു വാറല്ല, നിങ്ങൾ മറ്റേണ് തേങ്ങയാണ്. അപ്പൊ ഇന്ത്യയിലെ കുറെ സിവിലിയൻസ് മരിച്ചതിന് ഇവർക്ക് ഒരു കുരുവില്ല. 10-26 ഈ നാണം കെട്ട പേടി തുറന്നാൽ നമുക്ക് ഇന്ത്യയിലൂടെ നേരിട്ട് നടിക്കാൻ അറിഞ്ഞൂടല്ലോ. നാണം കെട്ട് പേടിച്ച് ഒളിച്ച് പാത്ത് വന്ന് തോക്കും വന്ന് എല്ലാരും കൂടി കുറെ തോക്ക് കൊണ്ടുവന്ന് ചൂണ്ടി നിന്റെ പേരെന്തിനാന്ന് ചോദിച്ചിട്ട് വെടിവെച്ചിടാൻ മാത്രമേ ഇവനൊക്കെ അറിയാവൂ. അപ്പൊ അങ്ങനെയുള്ള സിവിലിയൻസ് പിന്നെ മരിച്ചതിൽ ഇവൾക്ക് ഒരു കുരുവില്ല. പാകിസ്ഥാന്റെ കുറച്ച് സിവിലിയൻസ് മരിച്ചു, അതുകൊണ്ടാണ് ഇവൾക്ക് ഈ ഒരു പ്രശ്നം. ഞാൻ പറയണത് ഈ യുദ്ധം വരുമ്പോഴേ സിവിലിയൻസ് മരിക്കും. അല്ല ഈ പറയുന്ന പിന്നെ പട്ടാളക്കാർ മാത്രം മരിച്ചാൽ മതി, സിവിലിയൻസ് എല്ലാം സ്ഥലം സുഖിച്ചിരിക്കാൻ മതി. സിവിലിയൻസും സാക്രിഫൈസ് ചെയ്യണം. സിവിലിയൻസിന്റെ പിന്നീട് ജീവൻ പോകും. അത് ഇന്ത്യയുടെ അങ്ങനെയാണ്. അല്ലാതെ എങ്ങനെയാണ് സിവിലിയൻസിനെ മാത്രം മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ സിവിലിയൻസിന്റെ ഇടയിലല്ലേ കിടക്കുന്നത്? അത് മരിക്കും. അതായത് പട്ടാളക്കാരന്മാർക്ക് മാത്രം ജീവൻ കൊടുത്താൽ ബാക്കിയുള്ളവരെ ടിവിയിലെ ഫണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. മനസ്സിലായോ? അപ്പോ സിവിലിയൻസിനെ കൊന്നിട്ടാണ് നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ പിന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരികൾക്കെല്ലാം ഇവിടെ വളരെ പീസായിട്ട് വളരെ സമാധാനത്തോട് ജീവിക്കണമെങ്കിൽ ഈ തരത്തിൽ സിവിലിയൻസിനെ കൊന്നേ പറ്റുള്ളൂ, കൊല്ലണം. എനിക്ക് ഇത്രേ പറയുള്ളൂ. ഒന്നും അത് അറിഞ്ഞുകൊണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ കയറി കിടക്കുന്നതുകൊണ്ടല്ലേ. അപ്പൊ അവൾക്ക് ഈ പറയുന്ന പാകിസ്ഥാന്റെ സാധനം അല്ലെങ്കിൽ അവിടെയുള്ള നിരപരാധികൾ പിന്നീട് ചത്തു എന്നതുകൊണ്ടാണ് അവളുടെ പിന്നെ സങ്കടം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അവൾ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. There was a story that I had posted which belonged to a lawyer that said about the killing of Pak civilians. But as soon as I came to know the official clarification of no civilians had been involved in the attack, attack took down in the story. I took down the story. I apologize for the same. അതായത് ഞാനത് ഫേക്ക് ന്യൂസ് ആയിരുന്നു, ഞാൻ കേട്ടത് അങ്ങനെയാണ്, അവിടെയുള്ള ഏതോ പാകിസ്ഥാനിലെ ഏതോ റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞു, പാകിസ്ഥാൻ റിപ്പോർട്ടർ ഞാൻ അങ്ങനെ വിശ്വസിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത്. ഞാനത് എന്ത് ചെയ്തു, ടേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഇവള് പറയുന്നത്. പക്ഷേ ആ സ്റ്റോറി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവള് ഈ പറയുന്ന മാപ്പും തേങ്ങയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സ്റ്റോറി മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സ്റ്റോറി ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തൊട്ട് മുമ്പ് വരെ നോക്കിയപ്പോൾ ആ സ്റ്റോറി അവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള കുറെ രാജ്യദ്രോഹികളായ തീട്ടങ്ങൾ ഇന്ത്യക്കകത്തുണ്ട്. യുവന്മാരെ എന്നും പറഞ്ഞില്ലേ വെച്ചുകൊണ്ടിരിക്കില്ല. ഈ പറയുന്ന കുറച്ചെണ്ണം, ഈ 1-2 ഈ ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിങ്ങൾക്ക് പേരുദോഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള കുറെ നാറുകളാണ്. മനസ്സിലായോ? ഈ റിയാസ് സലീമിനെയും ഈ പറയുന്ന ഏവളപൂരത്തിയാണ്. ഇവളെ പോലുള്ള കുറെ എണ്ണം ഈ മതഭ്രാന്ത് പിടിച്ചുകൊണ്ട് സ്വന്തം നാടിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം നാടിനെ തന്നെ എന്താണ് പറയുന്നത് ഒറ്റിക്കൊടുത്തുകൊണ്ട് സ്വന്തം നാട്ടിൽ കിടന്നുകൊണ്ട് മറ്റവന്റെ മൂട് താങ്ങുന്ന കുറെ തെണ്ടികളുണ്ട്. യുവമാരെ പോലുള്ള 1-2 പോസ്റ്റുകൾ വരുമ്പോൾ ഈ കിടക്കുന്ന ബാക്കിയുള്ള എല്ലാ മുസ്ലിംസിനെയും ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ഇതുപോലുള്ള നാറികളാണ് മറ്റുള്ളവരെ കൂടി പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.